ഹലോ ഫ്രണ്ട്സ്, ലോക്ക്ഡൗൺ ഡേയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമുക്കൊരു കിട്ടിയൊരു സർപ്രൈസ് ഗിഫ്റ്റാണ്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ മികവ് കുറച്ചും കൂടിയും ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടെക്നോളജി പരമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാണ്. അതിന് ഭാഗമായിട്ടാണ് അതിനുപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു അൺബോക്സിങ് വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അത് ചെയ്യാൻ കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ഈ ഇതിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതിലുള്ള സംഭവം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഇതിൽ തന്നെ അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ അൺബോക്സ് ചെയ്തു. ഔട്ടർ ബോക്സ് ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ്. ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ക്യാമറയാണ്. ഒരു കെനോണിൻ്റെ മിറർലെസ് ക്യാമറയാണ്. EOS M200 എന്ന് പറഞ്ഞ കെനോണിൻ്റെ ഒരു ക്യാമറയാണ്. നമുക്ക് നോക്കി നോക്കാം. ഒരു ആൻസൈറ്റിയിലാണ് ഇത് എങ്ങനെയാണെന്നുള്ളത്. കുറച്ച് ദിവസമായി ഇത് ആൻസൈറ്റിയിലായിട്ട് ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളതിന്. നമുക്ക് ഈ ഫുൾ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സാധനം എല്ലാം സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും സാനിറ്റൈസ് ചെയ്തിട്ട് വേണം. കോവിഡ് ആയതുകൊണ്ട് സാനിറ്റൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങാൻ. അപ്പോൾ നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സാനിറ്റൈസ് ചെയ്തു. ഇനിയിപ്പോൾ ഇതും കുറച്ച് നേരത്തെ ഞാനിപ്പം തുറച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. ഓക്കെ, ഇത് ചെയ്യാൻ അൺബോക്സ് ചെയ്യാണ്. ഇതിൽ വരുന്നത് ഒരു ബാഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയുടെ ബാഗാണ്. പിന്നെ ക്യാമറ ഉണ്ട്. ക്യാമറയുടെ ഒപ്പം തന്നെ അതിൻ്റെ കിറ്റ് ലെൻസാണ്. നമ്മൾ അഡീഷണൽ ലെൻസ് ഇപ്പോൾ എടുത്തിട്ടില്ല. കിറ്റ് ലെൻസാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ ക്യാമറ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കെനോൺ M200 എന്ന് പറഞ്ഞ മിറർലെസ് ക്യാമറയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഇത് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ബ്ലോഗിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളിറ്റി ആയിട്ടുള്ള സൈസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ 4K ടെക്നോളജി, 4K ഔട്ട്. അതേപോലെ ഇതിന് 2 years വാറണ്ടി അവർ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിറ്റ് ലെൻസ് വരുന്നുണ്ട്. ഒരു കിറ്റ് ലെൻസാണ് ഇതിനൊപ്പം ഉള്ളത്. അതേപോലെ തന്നെ ഇതിന് പല ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഹൈ ട്രാക്കിംഗ് വളരെ അടിപൊളിയാണ്. അതുപോലെ വൈഫൈ, ബ്ലൂടൂത്ത്, അങ്ങനെ എല്ലാ കണക്ടിവിറ്റി ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ക്യാമറ. ഓക്കെ, ഇതാണ് ക്യാമറയുടെ ബോക്സ്. അപ്പോൾ നമുക്കിത് ഒന്ന് ചെയ്യാം. ഇതാണ് എന്താ പറയുക, ബാഗാണ്. നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്കിതൊന്നുകൂടി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. കുറച്ചധികം എൻസൈറ്റി ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് അൺബോക്സിങ് ചെയ്യുന്നത്. അൺബോക്സിങ് ആയിട്ടല്ല, നമ്മളൊരു ടെക്നോളജി മാറ്റി നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്, അല്ലാണ്ട് മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും, നാളെ ഇതുവരെ നിങ്ങളെല്ലാം തന്നിരുന്ന എല്ലാ സപ്പോർട്ടിനും ഇനി തുടർന്നും നല്ല രീതിയിൽ സപ്പോർട്ട് തരണമെന്നും അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത് കുറേ കട്ട് ചെയ്യാനുണ്ടല്ലോ ദൈവമേ. ഓക്കെ, ഇങ്ങനെയല്ല പൊട്ടിക്കുക. അതെ, ഓക്കെ. അപ്പോൾ നമ്മളിത് ബോക്സ് ഓപ്പൺ ചെയ്തു. ഇത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിലൊരു ഗൈഡ്, യൂസർ മാനുവൽ പോലത്തെ ഒരു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കെ, ഇതിൽ 2 years ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1+1 2 years വാറണ്ടിയാണ്. അതിൻ്റെ വാറണ്ടി കാർഡും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. അതേപോലെ തന്നെ ഇത് ആ ക്യാമറയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു നമുക്ക് ബേസിക്കായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കി നോക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് ക്യാമറ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. ഇതാണ് നമ്മുടെ ഐറ്റം. മിറർലെസ് ക്യാമറയാണ്. ഇപ്പം മിറർലെസ് ആണ്. വളരെ നമ്മൾ DSLR ആയിരുന്നു. ഇപ്പോൾ ഇത് ഇത്ര ഉണ്ടായിരുന്നതാ. ഇപ്പം മിറർലെസ് ടെക്നോളജിയിലേക്ക് വന്നത് സാധനം ഒതുക്കൽ കണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കയ്യിലെ ഉള്ളിലിരിക്കുന്ന പഴയ ടൈപ്പ് മറ്റേ ഡിജിറ്റൽ ക്യാമറയുടെ ലെവലിലേക്ക് മാറി മിറർലെസ് ടെക്നോളജിയിലേക്ക് വന്നപ്പോൾ. ഇതാണ് നമ്മുടെ ക്യാമറ. ടച്ച് സ്ക്രീനാണ്. ഈ സ്ക്രീൻ 180 degree നമുക്ക് പറ്റും. പക്ഷേ 360 ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ നമുക്ക് ബ്ലോഗിങ് ചെയ്യാനൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ടേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്തു.
അപ്പോൾ നമ്മുടെ ക്യാമറ, ഇതാണ് ക്യാമറ. പിന്നെ പ്രത്യേകം ഇത് ഉപയോഗിക്കുമ്പോൾ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിറർലെസ് ക്യാമറ ആയതുകൊണ്ട് ഡയറക്റ്റ് സെൻസസ് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലെൻസൊക്കെ ഊരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. പണി കിട്ടി നല്ല ചിലവാണ്. ഇത് നമ്മുടെ ക്യാമറയുടെ ചാർജറാണ്. ഇത് ആ നമ്മുടെ കഴുത്തിലൂടെ ഇടാനുള്ള ടാഗ്. ഇത് അതിൻ്റെ പവർ പ്ലഗ്. ഓക്കെ, ഒരു ബാറ്ററി, പിന്നെ ഒരു 16 GB ഒരു മെമ്മറി കാർഡ്. ഇതിനോടൊപ്പം ഉള്ളത് നമ്മളൊരു കിറ്റ് ലെൻസ് ഉണ്ട്. ഇത് കിറ്റ് ലെൻസാണ്. ഇത് 15-45 mm കിറ്റ് ലെൻസാണ്. നമ്മൾ സാധനം ബാക്കി നമ്മൾ ലെൻസ് വേറെ വാങ്ങും. പക്ഷേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കിറ്റ് ലെൻസ് മാത്രം, നമ്മൾ സിംഗിൾ കിറ്റ് ലെൻസാണ് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം വാങ്ങിയതൊക്കെ വളരെ സർപ്രൈസാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ ദീപാവലിക്ക് നമ്മൾ ഓർഡർ ചെയ്തതാണ്. വളരെ പെട്ടെന്നാണ് ഒരു ഇതെടുക്കാനായിട്ട് നമുക്ക് ഒരു അവസരം കിട്ടിയത്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്നും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ്. ഇതാണ് കിറ്റ് ലെൻസ്. അപ്പോൾ നമുക്കിതൊക്കെ ബാക്കി നമുക്ക് കാണാം, സെറ്റ് ചെയ്ത് കാണാം എന്തായാലും. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും 1000 നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി. ഒപ്പം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നമ്മുടെ ക്യാമറയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ, ടെക് സൈഡ് റിവ്യൂ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു താല്പര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളത് ചെയ്യും. അത് ഷുവറായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.